സംഘടന എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആദ്യം നമ്മൾ ഈശ്വര പ്രാർത്ഥന ഉണ്ടാവും, മരിച്ചു പോയവരെ ആദരിക്കലുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം. ഞാൻ അവിടെ നിന്ന് നിങ്ങൾ CCTV എടുത്തോ, ഞാൻ പറയുന്നുണ്ട്, അവർ പറയാനുള്ളതൊന്ന് പറയട്ടെ, നിങ്ങൾ ഇരിക്കുക, ഇത് കേൾക്കണ്ടേ എന്താ പറയണേന്നുള്ളത്. എന്തുകൊണ്ട് ഉണ്ണി ശിവപാൽ രാജിവെച്ചു, അല്ലെ മാറ്റി നിർത്തി, ഇതൊക്കെ നമുക്കും അറിയണ്ടേ. അതിനാണ് ജനറൽ ബോഡി വരെ വെച്ചത്. മെമ്മറി കാർഡിൻ്റെ വിഷയം, അതും ജനറൽ ബോഡി വരട്ടെ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആരും മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അറിയാനതിന് മുമ്പ് ബഹളം തുടങ്ങി എങ്ങനെയാ ആരാ പറഞ്ഞു തരിക? അതുകൊണ്ടൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ ആരും അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, സംസാരിക്കാൻ സമയം തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആദ്യം കയറി ഇത് പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ആരും സമ്മതിച്ചു കൊടുക്കുമോ? ഈ പറയുന്ന സെക്രട്ടറിയാണ് ഇതിൻ്റെ എല്ലാം. ഞാനൊരു സെക്രട്ടറി ആയിട്ട് പറയാം, സെക്രട്ടറിയാണ് ഏറ്റവും കൂടുതൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത്. പ്രസിഡന്റിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ രണ്ടുപേരും. ഇത് സെക്രട്ടറി ചെയ്യാത്ത കാര്യങ്ങളാണോ എന്താണോന്ന് നമുക്കറിയില്ല. അവരാണ് പറയേണ്ടത്, ഇന്ന പോലെ ഉണ്ടായി ഉണ്ണി ശിവപാൽ ഇങ്ങനെ പ്രശ്നം, അതൊന്നും ആരും പറഞ്ഞിരുന്നില്ല, ചോദിച്ചില്ല. ഏറ്റവും ആദ്യം അവിശ്വാസ പ്രമേയം എന്നാണ് പറയണത്. അപ്പോൾ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു സംഘടനയ്ക്കകത്ത് നിന്ന് സഹോദരന് തുല്യമാണ്, മകൾക്ക് തുല്യമാണ്, അമ്മയാണ്, മക്കളാണെന്നൊക്കെ പറയുന്നവർ ഇതുപോലെ ചെയ്യരുത്. ഇനിയും പുറത്തിറങ്ങി മാധ്യമങ്ങളോട് ഇപ്പോൾ കോടതി നിയമപരമായിട്ട് ഇരുത്തിയിരിക്കുന്ന ഒരാളെക്കുറിച്ച് ഇനിയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അത് തെറ്റാണ്. കാരണം കോടതിക്ക് നിയമലംഘനമാണ് നമ്മളിപ്പോൾ ചെയ്യണത്, അല്ലേ? കോടതി ഒന്നുമില്ലാതെ ഭരിച്ചോളാൻ പറയില്ലല്ലോ, കോടതിയെ മാനിക്കണ്ടേ. ഞാനൊക്കെ കോടതിയെ മാനിക്കുന്നു, ഞാൻ ശ്വേതയുടെ ഒപ്പം തന്നെ നിൽക്കുന്നു ഇപ്പോഴും. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പറയുന്നത് മാത്രം കണക്കാക്കി ദയവ് ചെയ്ത്, എനിക്കും കുടുംബമുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്, ഞാൻ എൻ്റെതായ കുറേ പ്രശ്നങ്ങളോട് നടക്കുന്ന